ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ വീടിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ വീടിൻ്റെ കുറച്ച് തെങ്ങൊക്കെ നിൽക്കുന്നത്. അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് എയർപോർട്ടിലാണ്, സിറ്റി 1. അപ്പോൾ ഇത് നമ്മുടെ പുതിയ വണ്ടിയാണ്, ഗോൾഫ്. ഇന്നലെ പണിതിറക്കിയുള്ളൂ. അപ്പോൾ ഇത് ബ്രസീലിയൻ എഡീഷനിലാണ് പണിതേക്കണേ. വേൾഡ് കപ്പൊക്കെ വരുമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബ്രസീലിയൻ ടീം ഓടിച്ചു. അപ്പം ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളും ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് പയ്യെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ലുക്ക്. അപ്പോൾ ഞാൻ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണിക്കാമെന്ന് ഓർത്തു. പക്ഷേ ഈ വണ്ടിയുടെ വേറെ ഒരു വീഡിയോ അധികം താമസിക്കേണ്ടത് നമ്മൾ ഇടുന്ന കേട്ടോ, ഡീറ്റെയിൽഡ് റിവ്യൂവും ഇതിൻ്റെ റിവീലിങ്ങും ഇച്ചിരി ആരംഭമായി പോയെന്ന് ഡൗട്ടുണ്ട്. അതും കുഴപ്പമില്ല, ഞാൻ യൂട്യൂബിലിടാം. അപ്പോൾ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് വിട്ടേക്കാട്ടോ ഗൈസ്, ചെന്നിട്ട് ഇനി കാണിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് തിരിയണ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം. അപ്പം ഇച്ചിരി അങ്ങോട്ട് പോയി കഴിയുമ്പം ഇവിടെ സൈഡിലായിട്ട് നമ്മളൊരു ബർഗറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ല, എന്നാലും ഞാൻ നിങ്ങളൊന്ന് ഇറങ്ങി ചുമ്മാ ഫ്രണ്ടൊന്ന് കാണിച്ചേക്കാം. ഇത് സെറ്റാണ്, ഇതൊരു ടൈപ്പ് ഫുൾ സെറ്റാണ് കവർ ചെയ്തേക്കണേ. അപ്പം ഇതിന് മുമ്പ് അബിയോക്സ് നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിങ് വന്നായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അബിയോക്സ് പറഞ്ഞ ചെറിയ ചെറിയ തെറ്റുകളെല്ലാം നമ്മൾ വീട് തിരുത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ് പോണേ. പിന്നെ വീട് അതിൽ നിന്ന് ഇച്ചിരി കൂടെ അപ്ഡേറ്റ് ചെയ്തു, അപ്പോൾ അതാരും അറിഞ്ഞിട്ടുമില്ല. നമ്മളത് കാണാനാണ് ഇപ്പോൾ പോണത്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ തന്നെ കാണാം നമ്മുടെ വീട് ഹൈറ്റിലിരിക്കുന്നത്. അപ്പം ഞാൻ വീടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂയിലോട്ട് അവിടെ വീട്ടിൽ ചെന്നിട്ട് കൃത്യം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് വണ്ടി കയറ്റണം. അപ്പം വണ്ടി കയറുന്നില്ല, ഈ സ്വിച്ച് കിട്ടിയിട്ട് ഹൈഡിയോ ഇട്ടിട്ടല്ല കളിക്കണേ. ഹൈഡിയോ ഇട്ടിട്ട് കളിക്കാൻ എനിക്ക് പാടാണ്. ഇവിടെ ഇച്ചിരി പാടാണ് വണ്ടി കയറാൻ, ലോവറായിട്ടുള്ള വണ്ടികൾ കയറാൻ. അപ്പോൾ ഈ സൈഡിൽ കാണുന്നത് നേരത്തെ അബിയോക്സിൻ്റെ ആ വീഡിയോയിൽ കാണിച്ചപ്പം ഇതൊരു ഫുൾ ഒരു ഗാർഡൻ പോലെയാണ് സെറ്റ് ചെയ്തത്. അത് മൊത്തം നമ്മൾ മാറ്റി, അത് ഭയങ്കര ഓവറാണെന്ന് പറഞ്ഞു. അത് ഫുള്ള് നമ്മൾ മാറ്റി. പിന്നെ ഇവിടെ ഒരു കാർ പോർച്ച്, അവിടെ ഒരു ചുമ്മാ ചെറിയൊരു കാർ ഷെഡ് പോലെ എന്ന് പറയുമ്പോൾ കുറേ കാറുകൾ വരുമ്പം കയറ്റി പാർക്ക് ചെയ്യാൻ പാകത്തിന്. പിന്നെ അവിടെ ഒരു ബൈക്കുണ്ട്. ഈ സാധനം എപ്പോഴും വരുവാനുള്ളത് പിന്നെ അതെന്തിലാട്ടെ. അപ്പം ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു കുഞ്ഞു മരമല്ല, ഒരു ടൈപ്പ് ചെടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ലുക്ക് ആകെ മാറ്റി കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പരിപാടികൾ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സ്ഥലം. ഈ ചുവപ്പ് ബാക്കി കാണുന്നിടത്ത് നമ്മൾ ചെറിയൊരു ഗാർഡൻ പോലെ എന്തെങ്കിലും ചെറിയ സാധനം സെറ്റ് ചെയ്യണതായിരിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം ഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്, TMZ ഫ്ലൂട്ട്സ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നേരെ വീടിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം കേട്ടോ. ഇതിപ്പം നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറാൻ ഡോറ് തുറന്നു. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് TV റൂം തന്നെ. അതിൻ്റെ പേരെനിക്കറിയില്ല എന്നാ പറയേണ്ടതെന്ന്. TV റൂം കിടക്കട്ടെ, രസമല്ലേ. അപ്പോൾ ഈ നമ്മൾ TV റൂമാണിത്. പക്ഷേ അവിടെ ഇച്ചിരി നീട്ടം കുറച്ചിട്ടും ആ ഒരു നീട്ടം പോലെയാണ് തോന്നുന്നത് നമുക്ക്. നമ്മളങ്ങനെ തന്നെ ഇട്ടേക്കണേ. പിന്നെ ഒരു ഫാനുണ്ട്. പിന്നെ വരുമ്പം ഇലക്ട്രിസിറ്റിയുടെ സംവിധാനം ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ മെയിൻ സ്വിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ. അപ്പം ഇത് ഒരു റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാനില്ല, ഒരു ചെറിയ റൂം. ഇവിടെ അലമാരയുണ്ട്, ഒരു ബെഡുണ്ട്, ഒരു വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയ അല്ല, വർക്കിംഗ് സ്പേസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ നിന്നും പോട്ടെ, റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ അടുത്തത് പോണത് ഈ ഭാഗത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ്, ഇതാണ് ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റില്ല, ഒരു ടോയ്ലറ്റ് അങ്ങനെയാണെങ്കിൽ പറയാം. ഇത് തുറക്കാൻ ഇച്ചിരി പാടാണ്. കിട്ടി, തുറന്നു. ഇപ്പോഴാണ് ടോയ്ലറ്റ്, ചുമ്മാ ഒരു ടോയ്ലറ്റ്, ഒരു ഇതിന് വേണ്ടി വെച്ചേക്കണമെന്നാണ്. അപ്പം ഇത് കഴിയുമ്പോൾ നമ്മുടെ ഇതാണ് ഗെയിമിങ് റൂം. ഇത് ചെറിയൊരു സെറ്റപ്പിൽ ഗെയിമിങ് റൂം. അപ്പോൾ ഞാനൊരു വലിയൊരു മാൻഷൻ പണിയുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ആ മാൻഷൻ പണിയുമ്പോൾ ഇച്ചിരി കൂടെ സെറ്റപ്പായിട്ട് ഓരോരോ ചെയ്യാത്ത വെറൈറ്റി സാധനങ്ങൾ ചെയ്യും. അപ്പം സ്റ്റേ ട്യൂൺഡ്, അത്രയും പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോകട്ടെ ഗൈസ്. ഇനി ഇവിടെ താഴെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ഇനി മേളിലാണ് എല്ലാം. അപ്പോൾ ഗൈസ് ഇതാണ് മേളിലോട്ട് കയറുകയാണ്. വളഞ്ഞ് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്, അത്യാവശ്യത്തിൽ കൂടുതൽ കയറാനുണ്ട്. ഇതാണ് ഈ വ്യൂവിൻ്റെ പ്രശ്നം. പക്ഷേ ഇത് മാറ്റി കിട്ടാനും കിട്ടിയിട്ടോ ഗൈസ്.
ഫ്രണ്ട് വ്യൂ ഇട്ടിട്ട് ഇതാ അവസ്ഥ. ഇതേ പോകും മറ്റേ വ്യൂ ഇട്ടിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ കയറാം. സോ അപ്പോൾ നമുക്ക് മേളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു റൂമും ഉണ്ട്. ഇതാണ് വേറൊരു റൂം. ഇതും ഏകദേശം ഒരു ആ ടൈപ്പ് തന്നെ റൂം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു റൂം കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇനി പോണത് ഇവിടെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ടേബിളിനൊക്കെ അത്യാവശ്യം ഹൈറ്റും ആണ്. അതാണ് പിന്നെ നമ്മൾ മെയിൻ ഇത് വീടിൻ്റെ പ്രശ്നം. അതാണ് നമ്മൾ ചെയ്തു വരുമ്പോൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈറ്റ് കാണുന്നത്. ഇവിടെ കാണെങ്കിൽ ഒരു ബാൽക്കണി കാണിച്ചിട്ട് പോകാം ഗൈസ്. നമുക്ക് ബാൽക്കണിയിലോട്ട് പോവാം. ഇതന്നെ ഭയങ്കര സ്പീഡ് കുറവ്. അപ്ഡേറ്റ് വന്ന ശേഷമേ വെള്ള കളറിലെ ടൈപ്പ് ബ്രൗൺ കളറായി പോയിട്ടുണ്ട് കേട്ടോ. അതൊരു കളർ ഗ്രാഫിക്സിൻ്റെ പ്രശ്നമാണ്. ഇതാണ് ആരും വന്ന് ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കണെയാണ് നമ്മളിത്. പറയുമ്പോൾ ഹൈറ്റായിപ്പോയി, അത്യാവശ്യം നല്ല ഹൈറ്റായി പോയി. അത് നമ്മൾ സെറ്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ ഇന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അയ്യോ ഗൈസ് പോയി, അതേ ഫുള്ളായിട്ട് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ മേളിൽ പിന്നെ കയറിയിട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി മറ്റേ സൈഡിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു വലിയൊരു സെറ്റപ്പ് ആണ്. ഞാൻ എന്നെപ്പറ്റി ചെയ്തേക്കുന്ന സെറ്റപ്പിലാണ് ഞാൻ ചെയ്തേക്കണേ, എനിക്ക് പറ്റാവുന്നത്ര രീതിയിൽ. അപ്പോൾ ഇതാണ് ഒരു മെയിൻ ഐറ്റം. ഞാൻ ഇതുവരെ CPM ഹിസ്റ്ററിയിൽ എന്ന് പറയുമ്പോൾ ഈ മാപ്പ് എഡിറ്ററിൽ ഇതുവരെ ആരും ചെയ്തേക്കണ കണ്ടല്ല. ഞാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ. ഇത് ഞാൻ ചെയ്തേക്കണതാണ് ഒരു ഫുട്ബോൾ ടർഫാണ്. ചെറിയ ടർഫാണിത്. കട്ട് പോസ്റ്റിനൊക്കെ കളിക്കാൻ പറ്റും. ബട്ട് ഇത് പോസ്റ്റ് കണ്ടിട്ട് ഗെയിമിൽ കണ്ടിട്ട് എനിക്ക് ഫുൾ പോസ്റ്റായിട്ടാണ് തോന്നുന്നത്. 5s 7s കളിക്കുന്ന ടൈപ്പ് പോസ്റ്റ്. അപ്പോൾ നമ്മൾ ദേശം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അവിടെ ഒരു ബാറ് കാണാം. അപ്പോൾ നമ്മൾ അതാണ് ഒരു ബാറ്. ഒരു എന്നാ ഒരു ഇല്ല അതിൻ്റെ പേര് പറഞ്ഞല്ലോ ഗൈസ്. വലിയൊരു ലക്ഷറി ലുക്ക് കിട്ടാനാണ് ഒരു ബാറ് പണിതേക്കണം മേളിൽ. അപ്പോൾ ബാറിലോട്ട് ചെന്നിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ബാറിലോട്ട് ഓടി ചെല്ലണം. ഈ ടാസ്ക്കാണ്. ഞാൻ ഓടി ചെന്നിട്ട് കാണിക്കാം ഗൈസ്. ഞാനങ്ങനെ ഓടി എത്തിയിട്ടുണ്ട് ബാറിലോട്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 4-5 ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കിരുന്ന് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ചെയ്തേക്കണേ. ഇപ്പം ഇവിടെയാണ് ഓർഡർ എടുക്കേണ്ടത്. ഇതാണ് ഓർഡർ ഏരിയ. അപ്പം ഇവിടത്തേക്ക് ആൾക്കാർക്ക് നല്ല ഹൈറ്റിലാണ് ചെയ്തു വെച്ചാണ് നമ്മൾ. അതെന്തൊരു ഇതുണ്ട്. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മൾ ഫുള്ളായിട്ട് ഓടിച്ചിട്ട് ചെയ്യത്തുള്ളൂ. ആളുടെ ഹൈറ്റ് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇനി അത് ഹൈറ്റ് ശരിക്കും കുറയ്ക്കണം. നല്ല രീതിക്ക് ഹൈറ്റ് അവരുടെ കുറച്ച് കളയണം. അപ്പോൾ നമ്മുടെ ബാറിൻ്റെ ഇതും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനപ്പം ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് പയ്യെ കുറച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, ബാൽക്കണിയുടെ ഹൈറ്റ്. പിന്നെ പുതിയൊരു ബഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മൾട്ടിപ്ലെയർ കളിക്കുന്ന സമയത്ത് വേറെ ആളുടെ റൂമിൽ കയറുമ്പോൾ ഈ മാപ്പിൻ്റെ സാധനത്തിൻ്റെ ഫുൾ വൈറ്റ് നമ്മുടെ കയ്യിലോട്ട് വരും. ഈ മാപ്പ് എടുക്കുമ്പോൾ എങ്ങനെയാണോ വൈറ്റ് അതേപോലെ ഇരിക്കും. നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ അവിടെ വെച്ച് കണ്ട ആ തെങ്ങ് പോലത്തെ സംവിധാനം. ഇപ്പോൾ ഞാൻ ഈ വേണ്ടി ഒരു ഡ്രോൺ ഷൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടേച്ച് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം നമുക്ക് നോക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇതെന്ന് പറയുമ്പം താഴത്തെ ഗ്രൗണ്ടിലുള്ള മരങ്ങളുടെയാണ് ഈ ഒരു ചില്ല കയറി വന്നേക്കണേ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് കളഞ്ഞേനെ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊണ്ടുവരണം, നല്ലതാണ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ. അപ്പം നമുക്ക് ഒരു ഡ്രോൺ ഷൂട്ട് കാണാം വീടിൻ്റെ. അപ്പോൾ ഗൈസ് നിങ്ങൾ ആ ഡ്രോൺ ഷൂട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയർ ലുക്കും ഔട്ട് ലുക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ അടുത്ത വീഡിയോ കാണുന്നവരെയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1K ആണ്. 1K ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ ഉണ്ടാവുന്നതാണ്. ബൈ.